പിന്നെ നാട്ടിൽ വന്നപ്പോ വലിയ ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ പ്രയാസവും പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയമാണ്. പിന്നെ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് ഗൾഫിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം. അന്ന് നാദാപുരം മേഖലയൊക്കെ ഗൾഫിന്റെ ഒരു കുതിച്ച് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എന്നെ പോലുള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടൊക്കെ എടുത്ത് വളരെ പ്രയാസപ്പെട്ട് പോകുന്നു എന്നൊക്കെ കാണുന്നില്ല. അപ്പൊ അതേമാതിരി എനിക്കും പോകാൻ ഒരാഗ്രഹം. കാരണം എല്ലാവരും നാട്ടിൽ നിന്ന് രക്ഷപ്പെടില്ല. അതായത് ഈ മറ്റൊരാഴ്ചയിലായാലും ചെറിയ ശമ്പളത്തിന് പണി ജോലി ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു അവസരമല്ല. അതുകൊണ്ട് നമുക്കൊന്നും നേടാനാവില്ല. അപ്പോ ഞാനതിനുവേണ്ടി പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്പൊ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി 18 വയസ്സ് വേണം. സത്യത്തിൽ എനിക്കൊന്നും 18 വയസ്സായിട്ടില്ല. 15 വയസ്സ് കഴിഞ്ഞ് 16ാമത്തെ വയസ്സ് തുടങ്ങി. അപ്പൊ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്, അതായത് അറബിക് ആണ്. അദ്ദേഹം ഇങ്ങനെ അത്യാവശ്യം വേണ്ടവർക്കൊക്കെ പാസ്പോർട്ട് എടുക്കുന്ന ചന്ദ്രിക പത്രത്തിന്റെ ഏജന്റ് കൂടാണ്, കൊണ്ടായപ്പെടുന്ന മമ്മൂട്ടിയുണ്ട്. അദ്ദേഹത്തോട് പോയി ഞാൻ കാര്യം ആവശ്യപ്പെട്ടതിനോട് ഇത്ര വയസ്സായി ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ ഒരു 15 വയസ്സ് കഴിഞ്ഞ് തുടങ്ങുന്നു, 18 വയസ്സ് വേണ്ടേ പാസ്പോർട്ട് എടുക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല, എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ നിന്റെ ഒരു കാര്യം ചെയ്യും, നാളെ പാസ്പോർട്ട് നോക്കി ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു, ഞാൻ ചെയ്തു തരാമെന്ന്. ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ പോയിട്ട് ആദ്യമായിട്ട് സ്റ്റുഡിയോ പോകുന്നതാണ്. സ്റ്റുഡിയോ പോയിട്ട് എനിക്ക് പാസ്പോർട്ട് നോക്കി ഫോട്ടോ വാങ്ങുന്നുണ്ട്, ബാക്കിൽ പോയിട്ട് ഫോട്ടോ ഉണ്ടാവും. അപ്പൊ അത് പറഞ്ഞ പരിപാടി മീശോട് എനിക്ക് നടത്തിയിട്ടില്ല ശരിക്കും. അപ്പൊ പാസ്പോർട്ട് കൊടുക്കണമെങ്കിൽ ഇത്ര ചെറിയ പ്രായത്തിൽ പാസ്പോർട്ടിനെ കൊടുത്താൽ എനിക്ക് പാസ്പോർട്ട് വിസ കിട്ടുമോ, പാസ്പോർട്ട് കിട്ടുമോ എന്നൊക്കെ അവരോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അറിയില്ല, എനിക്ക് പാസ്പോർട്ട് എടുക്കണം, എന്തായാലും ഗൾഫിലേക്ക് പോകാമെന്നുണ്ട്. അപ്പൊ അതിന് സംവിധാനമൊക്കെ അവർ ഉണ്ടാക്കി എന്താ തീപ്പെട്ടിക്കൊണ്ട് കത്തിച്ചിട്ട് അതിന്റെ കൈകൊണ്ട് ചെറുതായിട്ട് പൊടിയൊക്കെ വരച്ചിട്ടാണ് എനിക്ക് അത് ഫോട്ടോ എടുത്തത്. നല്ല ഓർമ്മയുണ്ട്. ഞാൻ 2 ആഴ്ചയൊക്കെ കഴിയണം ഫോട്ടോ കിട്ടണമെങ്കിൽ. ഫോട്ടോ വാങ്ങാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി സംഭവം പറഞ്ഞു. എനിക്ക് വേണ്ടി ഫോമൊക്കെ എടുത്തു അതിന്റെ അതിനകത്ത് ഒരേമാതിരി ഒപ്പിടാൻ പറഞ്ഞു. ഇപ്പൊ ഒപ്പിടാൻ പോലും എനിക്കറിയില്ല, കാരണം സ്കൂളൊന്നും കൂടെ പഠിച്ചില്ലല്ലോ. അതുകൊണ്ട് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ഒപ്പിട്ട് കൊടുത്തേക്ക് പോകുന്നു. ഒരു 5-6 മാസം കഴിഞ്ഞ പാസ്പോർട്ട് കിട്ടുമ്പോ അങ്ങനെ ഇന്നത്തെ പോലെ സ്പീഡിൽ വരുന്നൊരു സംഭവം ഇല്ലല്ലോ. അങ്ങനെ ആ പാസ്പോർട്ട് കൈ കിട്ടി. അതിനുശേഷം പിന്നെ എനിക്ക് എവിടെയെങ്കിലും ഗൾഫിൽ പോകാനുള്ള തിടുക്കത്തിലായി. അപ്പൊ ഇങ്ങനെ ഗൾഫിലേക്ക് പോയ ആൾക്കാരും പിന്നെ കൂട്ടുന്നുണ്ട്, പൈസ വാങ്ങിയിട്ടും അല്ലാതെയും ഫ്രീ ആയിട്ടൊക്കെ വിസ കിട്ടുന്ന സംവിധാനം ആധാർ മേഖലയിൽ എന്റെ പഴയ സ്ഥലമായതുകൊണ്ട് തന്നെ എന്റെ ഉപ്പാന്റെ കുടുംബം ഒക്കെ അവിടെയാണുള്ളത്. അതിൽപ്പെട്ട ബന്ധപ്പെട്ട് നോക്കാം എന്ന് പറഞ്ഞു. യാദൃശ്യമായിട്ട് എന്റെ ഉപ്പാന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ആള് എന്റെ വീട്ടിൽ വരികയും അപ്പോ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉപ്പ പറഞ്ഞു. അപ്പം പറഞ്ഞ് ഏതായാലും പാസ്പോർട്ടിന്റെ ഒരു കോപ്പിയൊക്കെ എടുത്തിട്ട് എന്റെ അടുത്ത് ഞാൻ പോയിട്ട് നോക്കാം. അദ്ദേഹം പറഞ്ഞു പോയി. എനിക്ക് 2-3 മാസം കഴിഞ്ഞപ്പോ ഫോൺ വിളിയും സംഭവമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഒരാൾ ഖത്തറിൽ പോകാനാണ് ഞാൻ. നാട്ടിൽ തന്നെ ഉള്ള ഒരാൾ വരുമ്പോ അയാളെടുത്ത് ഒരു എഴുത്ത് കൊടുത്തയച്ച് ഇങ്ങനെ പിന്നെ ഒരു വിസ ചെയ്യാവുന്നുണ്ട്, ഒരു അറബി വീട്ടിലേക്കാണ്, ഉസ്ബുവായിട്ടുള്ള വിസയാണ്, ശമ്പളമൊക്കെ കുറവായിരിക്കും, വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അതേമാതിരി മറുപടി അദ്ദേഹത്തിന് കൊടുത്തയച്ചു. ഓക്കെ, പ്രശ്നമൊന്നുമില്ല, എടുക്കുന്നു. അപ്പൊ നാട്ടിൽ എപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്, ഈ കടകളും ഹോട്ടലും മറ്റുമായിട്ടുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ എനിക്ക് ഒരു 6 മാസം ആകുമ്പോഴേക്കും എനിക്ക് എന്തായി വിസ വന്ന്. വിസ എന്റെ അടുത്തല്ല വരുന്നത്, നമ്മുടെ ബോംബെയിൽ ഒരു ഏജൻസിന്റെ കയ്യിലാണ് ഇപ്പോ. ഇന്ന് ബോംബെ കൊണ്ടാണ് വിസ ഗൾഫിലേക്ക് പോകുന്നത്. 15 ദിവസമൊക്കെ അവിടെ ബോംബെയിൽ നിന്നിട്ട് ഇതിന്റെ ക്ലിയറൻസ് ഒക്കെ ശരിയാക്കിയതിനു ശേഷമേ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്നോട് ഇത് മാത്രമായിട്ട് ഞാൻ പറഞ്ഞത്, 6000 രൂപ ശരിയാക്കിയിട്ട് ഹാപ്പി എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു ട്രാവൽ ഏജന്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു കുടുംബം തന്നെയാണ് അത് ബോംബെയിൽ ബിസ്മില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയാൽ മതി. എന്നിട്ട് ഞാൻ ഇതൊക്കെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാക്കിയിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുന്നതാണ്. എനിക്ക് ഒരാൾ അന്ന് 6000 പോയിട്ട് 60 രൂപ പോലും എന്റെ കയ്യിൽ ഇല്ലാത്ത ഒരവസ്ഥയും കൂടാണ്. ഞാൻ ഉപ്പാനോട് പറഞ്ഞപ്പോ ഉപ്പാരം എന്ത് ചെയ്യും, നമുക്കൊരു വിസ വന്നാൽ ഇപ്പൊ എങ്ങനെ പോവാതിരിക്കാൻ പറ്റില്ല എന്നാരോടും ചോദിച്ചു നോക്കുന്നത്. 6000 ചോദിച്ചു കഴിഞ്ഞാൽ കടം കിട്ടുന്ന ഒരു കാര്യമല്ല, നിങ്ങൾക്കത് അറിയാലോ. അപ്പോ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ പൈസ ആവശ്യം തോന്നും നമ്മൾ നടത്തുന്ന സഹായക്കുടി സഹായപ്പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, പല നാട്ടിലുണ്ടാവും. അപ്പൊ അങ്ങനെ സഹായപ്പറ്റി നിശ്ചയിച്ച് എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ എനിക്ക് ആവശ്യമായ പൈസയൊക്കെ തിരിഞ്ഞു കിട്ടി. അങ്ങനെ ഗൾഫിലേക്കുള്ള ആദ്യ യാത്ര പോകാനുള്ള പുറപ്പാടുണ്ടായി. അങ്ങനെ എന്താ പറയുക, 1981 നവംബർ 3-ാം തീയതി
ഞാൻ ഇവിടുന്ന് ഖത്തറിലേക്കുള്ള യാത്രയ്ക്ക് പുറപ്പെട്ടു. എന്റെ കൂടെ 2 പേരും ഇങ്ങോട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ നമ്മൾ ബോംബെയിലേക്ക് ഇവിടുന്ന് ബസ് മാർഗം പോയി. ഇവിടെ ഏകദേശം 18 ദിവസം അവിടെ നിന്നു. അങ്ങനെ അവിടെ ഖത്തറിലെ ടിസിയൊക്കെ അടിച്ച് 2-3 പ്രാവശ്യമൊക്കെ പോയിട്ട് എയർപോർട്ടൊക്കെ പോയിട്ട് മടങ്ങും. അന്നത്തെ എന്തൊക്കെയോ ക്ലിയർ ആകാനുണ്ട്. വിസേന്റെ കാര്യം, പുഷ്ടിങ്, ചവിട്ടി കയറ്റുന്നതൊക്കെ പറഞ്ഞിട്ട് വലിയ പരിപാടിയുണ്ട്. അതൊക്കെ ക്ലിയർ ആകും. നമുക്കറിയില്ലല്ലോ, നമ്മൾ അവർ പറയുന്നത് എന്താണോ അതനുസരിച്ച് അവിടെ നിൽക്കുക. അപ്പൊ അങ്ങനെ പിന്നെ ലാസ്റ്റ് ശരിയായി ഖത്തറിലെത്തി. ഒരു അറബിയുടെ വീട്ടിലാണ് ജോലി. വീട്ടിൽ നോക്കിയാലും എല്ലാ ജോലിയും ചെയ്യണം. ജോലി ശമ്പളം കിട്ടും, എന്നാലും കുടുംബം രക്ഷപ്പെടണല്ലോ. കാരണം ഇപ്പൊ ഈ കൂലിപ്പണിക്ക് പോയിട്ട് ഈ കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ. സൗണ്ട് കുറവെന്ന് പറയുന്നത് സാറേ, സൗണ്ട് കുറവെന്ന് പറയാൻ കാണിക്കുന്നത് അവർക്ക് മാത്രമല്ല, മൊത്തത്തിലുണ്ടോ എന്താ അറിയില്ല. ചില ആർക്കെങ്കിലും ഒന്നും ഉണ്ടാക്കില്ല, പ്രശ്നമായിരിക്കും. ഓക്കെ. അപ്പോ പിന്നെ ഞാനങ്ങനെ ഖത്തറിലെത്തിയാണ്. അപ്പോ എന്റെ കുടുംബം പറഞ്ഞ് ഞങ്ങള് 8 മക്കളാണ്. 6 ആണും 2 പെണ്ണും അടങ്ങിയ ഒരു കുടുംബമാണ്. അപ്പോ ഞാൻ അവിടെ അറബി വീട്ടില് ജോലി ചെയ്യുന്ന ചെറിയ തുച്ഛമായ ശമ്പളം 400 രൂപ. അന്നത്തെ പറഞ്ഞാൽ 400 രൂപയാണ് ഏകദേശം ഇന്ത്യന്റെ 1000 രൂപക്ക് തന്നെ 485 രൂപയുണ്ടോ. എന്നാലും പ്രശ്നമല്ല, നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു ജീവിത മാർഗം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് വാപ്പാനെ സഹായിക്കലുണ്ടാവുമല്ലോ. ഇങ്ങനെ പറയുന്ന കുറച്ചു കാലം അവിടെ വീട്ടിൽ തന്നെ ജോലി ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാനുള്ള വല്ലാത്ത ആഗ്രഹം എനിക്ക് നാട്ടിൽ നിന്ന് പണ്ടേ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് വേറൊരാളുടെ നമ്മുടെ സുഹൃത്തിന്റെ ഓഫീസിൽ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. അത് എന്റെ അറബി കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് ലൈസൻസ് എടുക്കാൻ പറഞ്ഞു. നമ്മൾ ആയിക്കോട്ടെ. അപ്പൊ ലൈസൻസ് എടുപ്പിക്കാൻ ആ ജോലി കൂടി എന്നെ ജയിപ്പിക്കാൻ പറ്റില്ല, വരുന്നല്ല. അപ്പൊ ലൈസൻസ് എടുത്തു. പിന്നെ ഇതില് ഒരുപാട് പ്രവാസികളുണ്ട്, അവർക്കൊക്കെ അറിയാം ഇങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ മുൻകാലത്ത് നടന്നുകൊണ്ട്. അപ്പോ ലൈസൻസ് ഒക്കെ എടുത്ത് 2 ജോലിയും കൂടി ചെയ്യണം. വീട്ടിലെ ജോലിയും ചെയ്യണം, പിന്നെ സ്കൂൾ കൊണ്ടാക്കി അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകും. ലൈസൻസ് എടുത്തതിന് ശേഷം എന്തെന്ന് വെച്ചാൽ അറബിയായിട്ട് സംസാരിച്ചപ്പോൾ 50 രൂപ കൂട്ടിത്തന്നു. അതന്നെ. അപ്പോ ഏകദേശം 2 കൊല്ലവും 10 മാസങ്ങളെ ജോലി ചെയ്തതിനു ശേഷം നാട്ടിലേക്ക് ലീവിന് കിട്ടുന്നത്. അത് ലീവ് കൂടുതലൊന്നുമില്ല. അവിടെ സ്കൂള് ലീവിന്റെ സമയത്ത് 2 മാസം ലീവാണ് വന്നത്. 2.5 മാസം ഏകദേശം ഉണ്ട്. ഈ 2.5 മാസം കൊണ്ട് തിരിച്ചു വരണം എന്നിട്ട് നാട്ടിലേക്ക് വന്നു. അതിനിടയിൽ എന്റെ പെങ്ങളുടെ കല്യാണം നടന്നു. ഒരു പെണ്ണുകാരന്റെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. 2ാമത്തെ പെങ്ങളുടെ കല്യാണവും നടത്തി. അതും ഇതുപോലെ തന്നെ ഒരുപാട് പൈസയൊക്കെ അവിടെ സുഹൃത്തുക്കളിലൊക്കെ സ്വരൂപിച്ച്, പിന്നെ ഒരു ചെറിയ പുളിയൊക്കെ വെച്ച് അതിൽ നിന്നുള്ള പൈസയൊക്കെ സ്വരൂപിച്ചിട്ടാണ് ഇതാക്കിയിട്ട് ഈ പെങ്ങളുടെ കല്യാണം കഴിച്ചത്. ഞാൻ കട ബാധ്യതനാണ്. കുറവും കാര്യം നാട്ടിൽ പോയിട്ട് പോകാൻ പറ്റി. നമ്മളെ കൂട്ടുകാരൊക്കെ ഗൾഫിലുള്ള ഒരു ബന്ധം തന്നെയാണല്ലോ. അപ്പൊ അവരൊക്കെ നമുക്ക് സപ്പോർട്ടൊക്കെ തന്നെ നാട്ടിൽ വരാനുള്ള ചെറിയ പൈസയൊക്കെ സ്വരൂപിച്ച് തന്നിട്ടാണ് നാട്ടിൽ വന്നത്. നാട്ടിൽ വന്ന സന്തോഷകരമായ 2 മാസം 2.5 മാസം പിന്നെ ജോലിക്കാണെന്നുണ്ടെങ്കിലും സാധാരണ രൂപത്തില് നാട്ടിൽ വന്ന എല്ലാവരൊക്കെ കണ്ട് കുടുംബത്തിനൊക്കെ കണ്ട് 2 മാസം തന്നെ തിരിച്ചു പോയി. തിരിച്ചു പോയൊരു എനിക്കൊരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്താണ് എന്റെ വാപ്പ പെട്ടെന്ന് മരണപ്പെടുന്നത്. അതോടുകൂടി എന്റെ എല്ലാം തകർന്ന മട്ടിലായി. കാരണം നിങ്ങൾക്കറിയാം, കുടുംബത്തില് പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇരിക്കുന്ന അവസരത്തിൽ അതും 8 മക്കളുടെ വീട്ടിൽ ഉപ്പയും കുടുംബത്തില് ഒരാള് നഷ്ടപ്പെടുമ്പോ എല്ലാവർക്കും ബാക്കിയൊന്നൊക്കെ നഷ്ടപ്പെടുമ്പോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. വിഷമവും പ്രയാസമൊക്കെ ഉണ്ടാവും. അതോടൊപ്പം അതിൽ കൂടുതൽ എന്നെ വിഷമിച്ചതെന്ന് വെച്ചാൽ ചെറിയ മക്കളടക്കം, അതായത് 1.5 വയസ്സ് പ്രായമുള്ള അനുജൻ പോലുണ്ട്. ഇപ്പൊ എനിക്ക് മറ്റൊരു 1.5 വയസ്സേ ഉള്ളൂ. അവർക്കൊക്കെ എന്നെ ചിന്തിച്ചത്, അന്നത്തെ ആ ബുദ്ധി എന്നെ ചിന്തിച്ചത് ഞാനിപ്പം ചെയ്യും. ഇതുവരെ നമുക്ക് എന്ത് നമ്മൾ ചെയ്താലും അതിനെ ഒരു നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ പിതാവുണ്ടല്ലോ, ഇത് നഷ്ടപ്പെട്ടു. ഈ കൊല്ലം എന്റെ കയ്യിലായാലും ഞാനെന്ത് ചെയ്യുന്നുള്ള ഒരു ഇതിലായിരുന്നു. എനിക്ക് നാട്ടിലൊന്നും വരാൻ പറ്റിയിട്ടില്ല. കാരണം ഈ ഫോൺ സംവിധാനം പെട്ടെന്ന് നാട്ടിലേക്ക് കയറി വരുന്ന നമുക്കിപ്പോൾ സംവിധാനം ഇല്ലാത്തൊരു കാലഘട്ടം. അറിയാം, 1984 85. അപ്പോ അവിടുന്ന് എന്താ പറയുക, സമാധാനിപ്പിച്ചു. പ്രശ്നമാക്കണ്ട, നമുക്ക് ചെയ്യാൻ പറ്റിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നമുക്കറിയാതെ മരണം നമുക്ക് തടുത്തു നിർത്താൻ പറ്റുന്ന സംഗതിയല്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്നോടും പിടിച്ചു നിന്ന് വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് നാട്ടിൽ വരാൻ കഴിഞ്ഞത്. അതിന് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, നാട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ കല്യാണം കഴിഞ്ഞ അവിടെയുള്ള കടം, നാട്ടിൽ പോകുമ്പോഴുള്ള കടം, പിന്നെ വാപ്പ മരണപ്പെട്ട ബന്ധപ്പെട്ടുള്ള വയസ്സിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ കടം, അങ്ങനെ കടങ്ങളും കടത്തിന്റെ കൂമ്പാരായിട്ട്
നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോ ഈ വീട്ടിൽ മുഖ്യമായി കിട്ടുന്ന നമ്മളല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. പിന്നെ അറബിയിലുള്ള ഒരുപാട് പ്രാവശ്യം, അതായത് ഒരുപാട് ചാൻസ് ഖത്തറിൽ ഉണ്ടായിരുന്നു. ലൈസൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കമ്പനികളിലൊക്കെ ഒരുപാട് ഇഷ്ടംപോലെ ചാൻസ് ഉണ്ടായിട്ട് ഞാൻ അറബിനോട് പറഞ്ഞപ്പോൾ അറബി അതിന് സമ്മതിക്കില്ല. കാരണം അവർക്ക് ഈ 2 ജോലിയും ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലക്കും, പിന്നെ ഞാൻ ചെറിയ പ്രായത്തിലുള്ളത് കൊണ്ട് അവർക്കൊരു കുടുംബത്തിൽ പ്രാഥമികത്തിനൊപ്പം എന്നെ കണ്ട് വളരെ ഇഷ്ടവും ഒക്കെയാണ്. പക്ഷേ സാമ്പത്തിക ശേഷി അറബിക്കും കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ ശമ്പളം തരാൻ അയാൾക്കും കഴിയില്ല, എന്നിട്ട് കിട്ടുന്നുമില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാല് പിന്നെ ഏകദേശം 41 വർഷത്തിന് ശേഷമാണ് വേണ്ടാക്കുന്ന നാട്ടിൽ വരുന്നത്. ഏകദേശം 1.5 വർഷം, 1 വർഷം 1.5 വർഷത്തോളം കഴിഞ്ഞു. ആദ്യത്തെ വിധത്തിൽ 2 കൊല്ലം 10 മാസം കഴിഞ്ഞിട്ടാണ്, പിന്നത്തെ വിധത്ത് 2 കൊല്ലം 7 മാസം. നാട്ടിൽ വന്ന് വീട്ടിലെ അവസ്ഥയൊക്കെ വലിയ പ്രയാസം തന്നെയാണ്. കുട്ടികളൊക്കെ ചെറിയ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരെ പഠിപ്പിക്കണം. പിന്നെ എനിക്കോ പഠിക്കാൻ കഴിയില്ല. അപ്പൊ ഉണ്ടാവരുത് കുട്ടികളൊക്കെ വാങ്ങാൻ പഠിക്കണമെന്നുള്ള ആശയം രീതിയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തൊരു പ്രയാസം മാത്രമേ ഉള്ളൂ. എങ്കിലും അവരെ പ്രയാസങ്ങൾ മാറിയിക്കാളെ വേണ്ടി എന്തൊക്കെ അവരെ പഠിപ്പിക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ചെയ്തു. വീട്ടിലാണെങ്കിൽ അമ്മക്ക് നിർബന്ധം കല്യാണം കഴിക്കണമെന്നൊക്കെ നിർബന്ധമായി. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ആ പ്രായത്തിൽ വന്നപ്പോൾ എനിക്ക് കുറച്ച് ലീവ് കൂടുതൽ കിട്ടി. 6 മാസം ലീവ് വന്നു. സമയത്ത് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ കല്യാണമൊക്കെ കഴിച്ച് പോയി. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വളരെ നീട്ടിപ്പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 2 കൊല്ലം 2.5 കൊല്ലമൊക്കെ ആകുമ്പോൾ നാട്ടിൽ വരും, പോവും. കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ചെറിയ ചെറിയ രൂപത്തിൽ ഇങ്ങനെ ഒതുക്കും. അവസാനം ഞാൻ അവിടുന്ന് ഒഴിവാക്കി, അതായത് വേറൊരു വിസയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തോടെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കി വരുന്നത് 1994. ഇങ്ങോട്ട് ഞാൻ അവിടുന്ന് അവരോട് സാധാരണ ലീവിൽ വരുന്നവരൊന്നും അങ്ങോട്ട് തിരിച്ചു പോയില്ല. കാരണം എനിക്ക് ഇവിടെ എത്ര കൊല്ലം 25 കൊല്ലം പണിയെടുത്താൽ ഞാൻ ഒന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. എനിക്ക് വേറെ എവിടെയെങ്കിലും ഒരു വിസയുടെ ചാൻസ് നോക്കിയിട്ട് രക്ഷപ്പെടണം. കാരണം ആദ്യം നമ്മള് 8 മക്കളും ഇപ്പൊ നഷ്ടപ്പെട്ടതിന് ശേഷം 8 മക്കളും ഉമ്മയും നമ്മുടെ ഭാര്യ, എനിക്കൊരു കുട്ടിയായി. അപ്പൊ ഇങ്ങനെ ഓരോരോ പ്രാരാബ്ദങ്ങൾ കൂടിക്കൂടി വരുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ചെറിയ ശമ്പളത്തിനും പണിയെടുത്താല് കൂടെ മനസ്സിലാക്കിയിട്ട് ഞാൻ വേറെ വിസേന്റെ ഒരുപാട് ആസൂത്രണം ചെയ്തു. പിന്നെ പെട്ടെന്നൊന്നും തീരുകയില്ല. ഏകദേശം 1.5 കൊല്ലം 2 കൊല്ലത്തോളം ഉണ്ടായി നാട്ടിൽ നിന്ന്. അങ്ങനെ ഇരിക്കാൻ എനിക്ക് സൗദി അറേബ്യയിൽ നമ്മൾ സുഹൃത്ത് ഒരു വിസ അയച്ചു തന്നു. അപ്പൊ അവിടെ എന്താ പറയുക വെച്ചാല് നമുക്ക് സ്വന്തമായിട്ട് പിന്നെ നമുക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതല്ലേ, നമുക്ക് അവിടെ പിന്നെ ഖത്തർ ലൈസൻസ് അവിടെ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ ചെയ്യാം, ജോലിയൊക്കെ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ അറബിനൊക്കെ നമുക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്യാൻ തന്നെ അങ്ങോട്ട് കൊണ്ടാണ് പോയത്. ആവശ്യമായിട്ട് എന്റെ ഭാഗ്യവശം പറയാം. ഇവിടെ എത്തി നോക്കുമ്പോ ഒരു 1.5-2 മാസമാകുന്നത് ഞങ്ങൾ എന്റെ പ്ലാനൊക്കെ ചെയ്തത് വണ്ടിയിൽ സാധനം സപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്തിരിക്കുമ്പോ പെട്ടെന്ന് അവിടുത്തെ ഒരു നിയമം മാറി. സ്പോൺസർഷിപ്പ് തന്നെ ജോലി ചെയ്യണമെന്നുള്ളൊരു പിന്നെ നിയമം, അതുപോലെ സ്വദേശിവൽക്കരണം കൊടുത്തൊരു നിയമമൊക്കെ വന്ന്. അപ്പൊ നമുക്ക് ആ ഉദ്ദേശം എടുക്കാൻ പറ്റാതായി. അവസാനം 2-3 മാസത്തിന് ശേഷം ജോലിയൊന്നും കാര്യമായിട്ട് ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. തൽക്കാലം ഷോപ്പിൽ നിയമത്തിൽ മാറട്ടത് എവിടെ നിൽക്കാന്നുള്ള ഉദ്ദേശിച്ച് ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റ് എന്റെ സ്പോൺസർ തന്നെ നടത്തുന്നുണ്ടായിരുന്നു. അത് അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോ അവിടെ വലിയ സംഭവമൊന്നുമില്ല. ഒരു 800 റിയാലാണ് ശമ്പളം. 800 കൂട്ടിത്തരാൻ പറഞ്ഞു. കുറച്ചുകൂടെ കുശലാഭം നമ്മൾ കൂട്ടിത്തരാൻ പറഞ്ഞു. ഞാൻ എനിക്ക് പറഞ്ഞ 3 വർഷത്തോളം പിന്നെ ഇവിടെ സൗദി അറേബ്യക്കാണ്. സൗദി അറേബ്യയിൽ അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തില്ല, ഒരു 1000 റിയാലിന്റെ മേലോട്ട് ശമ്പളം കിട്ടുന്നില്ല. അപ്പോ പിന്നെ 3 വർഷത്തിന് ശേഷം വീണ്ടും നാട്ടിൽ വന്നു വേറെ എവിടെയൊന്നും പോകുന്നുള്ള ചിന്ത തന്നെയായി. അപ്പൊ നാട്ടിലോരോ പ്രശ്നങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പെട്ടെന്ന് ചാൻസ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. കാരണം പിന്നെ വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കൊന്നും ജോലി പെട്ടെന്ന് കിട്ടുമല്ലോ. നമുക്ക് സാധാരണ ലോക്കൽ ജോലികളിലേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും നാട്ടിൽ വന്ന് അങ്ങനെ വിസയൊക്കെ മാറ്റി വീണ്ടും നല്ല പരിപാടിയായി. വീണ്ടും ഖത്തറിലേക്ക് തന്നെ വീണ്ടും ചാൻസ് വന്നു. വീണ്ടും അവിടത്തേക്ക് തന്നെ പോയി. അവിടുന്ന് വിസയായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രശ്നമായിരുന്നു. അവിടുന്ന് ഞാൻ നേരിട്ട് നാട്ടിൽ വരാതെ ബഹ്റൈനിലേക്ക് പോയി. ബഹ്റൈനിലെ മോശമില്ലാത്ത ജില്ലയിൽ മോശമില്ലാത്തൊരു സംഭവം കാര്യങ്ങളൊക്കെ ആയി. അവിടെ ഏകദേശം 10 വർഷം, നാട്ടിലൊക്കെ 2 വർഷം മുമ്പ് വരും, 10 വർഷത്തോളം അവിടെയും ജോലി ചെയ്തു. അങ്ങനെ ചെറിയ പിന്നെ ശാരീരിക പ്രയാസങ്ങൾ, ഊരവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാണ്ട്. അവിടെ നല്ല അധ്വാന ജോലിയാണ്. അപ്പൊ അത് ഒരിക്കലും ചെയ്യാൻ പറ്റാതെ വന്നപ്പോ ഞാൻ നാട്ടിലേക്ക് പോന്നു. നാട്ടിൽ പോയി കുറച്ച് ഇതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ അപ്പോഴത്തേക്ക് വിസയുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ
ഒന്നൊന്നും നാട്ടിൽ തന്നെ പിടിച്ചിരുന്നു. ചെറിയൊരു നാട്ടിൽ നിന്ന് പോകും. അങ്ങനെ എനിക്ക് ദുബൈ ആഫ്രിക്കയിൽ നമ്മൾ സ്ഥലത്തേക്ക് വീണ്ടും എനിക്കൊരു വിസയുടെ ചാൻസ് വന്നു. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു മാനേജ്മെന്റ് മാതിരി, അതായത് ആ കട നോക്കി നടത്താനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഇനി പോരണം അവിടെ പോയി. ലാസ്റ്റ് ആയിട്ടാണ് പോയത് ദുബൈയിൽ. അപ്പൊ അവിടെ പോയിട്ട് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ കാലിന്റെ ഇടത് കാലിന് പിന്നെ ഒരു പരിപ്പ് വന്നിട്ട് നടക്കാനും ജോലി ചെയ്യാനൊക്കെ പ്രയാസപ്പെട്ട അവസ്ഥ വന്നു. അപ്പൊ അവിടെ നിന്ന് തൽക്കാലത്തെ ട്രീറ്റ്മെന്റ് അവിടെ നടത്തിയും കുറെ കഴിഞ്ഞപ്പോ ഞാൻ നാട്ടിലേക്ക് പോകുന്നു. നാട്ടിലേക്ക് വന്ന് ഡോക്ടറെ കാണിച്ചു. അങ്ങനെ പിന്നെ ഡോക്ടർമാരൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചെറിയ നരമ്പിന്റെ പ്രശ്നമാണ്, സ്പൈനൽ കോഡായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പൊ ചെറിയ സർജറി വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞ് പിന്നെ നാട്ടിൽ തന്നെ ആ വിസയും നഷ്ടപ്പെട്ടു. അങ്ങനെ ഇതിനിടയ്ക്കൊന്നും സമ്പാദ്യങ്ങളൊന്നുമില്ല. ജീവിതം തട്ടുമുട്ടും കരിഞ്ഞുണ്ടാകുമ്പോൾ സമ്പാദ്യമോ ഒരു നീക്കിയിരിപ്പൊന്നും ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ നാട്ടിലെന്തെങ്കിലും പരിപാടി ഉദ്ദേശിച്ച് ചെറിയ പൈസയൊക്കെ തിരുമ്പറാക്കി ബാംഗ്ലൂർ എന്ന സുഹൃത്തിന്റെ കൂടെ ഒരു ബിസിനസിന് പാർട്ട്ണർഷിപ്പ് എടുത്ത് അവിടെ പുറത്തു പോയി. അത് പറഞ്ഞ വിജയിക്കാതെ 1-2 വർഷം അതുമായിട്ട് പോയി തിരിച്ചു വന്നു. അപ്പൊ എന്റെ ഈ ശാരീരിക പ്രയാസങ്ങളൊക്കെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വന്നു. അപ്പോ സാഹചര്യം പോവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഏജ് ഓവർ ആയിട്ടുണ്ടല്ലോ. അപ്പോ അങ്ങനെ പെട്ടെന്ന് എനിക്ക് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ചുരുക്കിപ്പോ 2014 ലാസ്റ്റ് തിരിച്ചു വന്നില്ല. പിന്നെ കുറഞ്ഞ നാട്ടിൽ തന്നെ പല ജോലിയും പല കച്ചവടവും പല ഇതുണ്ടായിട്ട് നാട്ടിൽ തന്നെ പോയി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അതിൽ കുറെ നഷ്ടങ്ങളൊക്കെ ഉണ്ട്. കച്ചവടമൊക്കെ തുടങ്ങിയ കുറെ നഷ്ടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് നമ്മളെ ഈ പിന്നെ MA ലൈഫ് ഉണ്ടാകുന്ന ഈ ബിസിനസ് അവസരം എന്റെ കയ്യിൽ കിട്ടുന്നത്. ഞാൻ അവസാനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന നാട്ടില് പിന്നെ കുറച്ച് റെഡിമെയ്ഡ് സാധനങ്ങൾ എടുത്ത് പിന്നെ ഒരു സ്കൂട്ടിയുടെ മുകളിൽ വെച്ചിട്ട് എനിക്ക് പരിചയമുള്ള വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് അത് വിൽക്കുന്നു വേണ്ടി. അപ്പൊ എല്ലാവരും കിട്ടുന്ന തുച്ഛമായ ലാഭം എന്റെ ഒരുപാട് പരിചയക്കാരും മറ്റേ പല ഭാഗങ്ങളിലുള്ള പരിചയക്കാരൊക്കെ പിന്നെ അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ പോവാം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബഹ്റൈൻ നമ്മുടെ കൂടെ ജോലി ചെയ്ത പ്രഫീക്കുന്ന ഒരാളുണ്ട്. നാട്ടിൽ വന്നപ്പോൾ തന്നെ വിളിച്ചു, മുസക്ക് ഇതിന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഉണ്ട്, നിങ്ങളൊന്ന് വീട്ടിൽ വരുമെന്ന്. ഞാൻ വരാനൊക്കെ പറഞ്ഞ് ഒരു 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ മൂപ്പര വീട്ടിൽ പോയി. മൂപ്പര ഭാര്യ, അതായത് ഹസീന, അന്നയിൽ ബിസിനസ് കൊണ്ടുവന്നാണ് ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെന്നും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ചെയ്ത് ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത വേറെ നിങ്ങൾക്ക് ചെയ്യേണ്ട, കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിന്റെ കൂടെ ചെയ്താൽ മതി. ആയിക്കോട്ടെ നോക്കാം. അവിടെ പോയപ്പോഴാണ് നമ്മുടെ പ്രവീൺ സാറിന് അവിടെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളൊക്കെ തന്നെ ഏൽപ്പിച്ചു. ഈ പ്രോഡക്റ്റിനെ പറ്റിയും പിന്നെ ഈ കമ്പനിയെ പറ്റിയൊക്കെ പരിചയപ്പെടുത്തി. പക്ഷെ എനിക്ക് അതൊന്നും മനസ്സിലായില്ല. എന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിലവിലിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടത്തിന്റെ കൂടെ ഒരു അധിക വരുമാനം ഇതും കൂടെ ആകുമ്പോ പിന്നെ 500-600 മറ്റു കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ 1000-1500 ഉണ്ടാക്കാന്നുള്ള എന്റെ കൃത്യമൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് പൈസയൊക്കെ ശരിയാക്കി 10,000-15,000 രൂപ ശരിയാക്കിയിട്ട് എന്ത് ചെയ്ത് സാധനങ്ങൾ എടുത്തു. ഇതിന്റെ കൂടെ അതുകൊണ്ട് വിൽക്കാൻ തുടങ്ങി. ഈ പറഞ്ഞ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പേസ്റ്റ് സോപ്പ് പോലത്തെ സാധനങ്ങളെ വിൽക്കുക. നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ അത്ര പെട്ടെന്ന് മാറി ഞാനില്ല. അപ്പൊ നമ്മുടെ പ്രവീൺ സാറും യൂസഫ് സാറൊക്കെ വന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഈ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എടുത്ത് മീറ്റിംഗ് വരാൻ വേണ്ടി വിളിച്ചു. അപ്പൊ നമ്മുടെ നമുക്ക് ഓരോ തിരക്കുണ്ടാവും, അതിന് പോകില്ല. പിന്നെ ഒരുപാട് മീറ്റിംഗ് പങ്കെടുത്തപ്പോ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ എന്താണ് മീറ്റിംഗ് പോകാൻ വേണ്ടിയിട്ട് വിളിക്കും. പ്രവീൺ സാറായാലും ഓഫീസറായാലും അതുപോലെ ലീഡേഴ്സ് വിളിച്ചിട്ട് പ്രോഗ്രാം ഒന്നും വേണ്ട കേട്ടാൽ മതി ഉണ്ടാവുന്നതൊക്കെ പറയും. ഞാൻ പ്രോഗ്രാമിലൊക്കെ പോയി പിന്നെ റാങ്ക് വരുന്നതും അതിന് റെക്കഗ്നേഷൻ ചെയ്യുന്നതും സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഞാൻ കാണും. ഞാൻ പ്രവീൺ സാറിനോട് തന്നെയും പിന്നെ കച്ചവടമൊക്കെ നമ്മൾ എത്ര വേണമെങ്കിൽ ചെയ്യാം, അത് പ്രശ്നമല്ല. പിന്നെ പ്രോഡക്റ്റ് ഞാൻ വീണ്ടും എടുക്കും. പക്ഷെ എന്താ ഈ സ്റ്റേജിന്നൊക്കെ അറിയുക, എക്സ്പീരിയൻസ് ചെയ്യുക, പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിൽക്കാൻ പാടില്ല. പരിചയമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചെറുപ്പത്തിൽ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്നാണ് നമ്മൾ ചെയ്യുക. പിന്നെ മനസ്സിലാക്കുക പ്രസംഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റേജിനൊക്കെ ആയിരിക്കും. അതൊന്നും എനിക്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യം തന്നെ വിളിക്കരുത്. പിന്നെ നാട്ടിൽ കൂടുതൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ സംഘടനാ ബേസിലോ അല്ലെ രാഷ്ട്രീയ ബേസിലോ ഒന്നും പരിചയമില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും വിളിക്കരുത്. പിന്നെ ഞാൻ എന്താക്കും, ഞാൻ സാധനം എടുത്തിട്ട് കച്ചവടം ചെയ്യും. എനിക്ക് സമയത്തൊക്കെ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയിക്കൊണ്ട് എനിക്ക് ഒരു മെഗാ പ്രോഗ്രാം, എനിക്ക് തോന്നുന്നു ഇവോൾവ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു, എറണാകുളത്ത് വെച്ച് നടന്നത്. അപ്പൊ അതിനു വേണ്ടി എന്നോട് ക്ഷണിച്ചു.
നമുക്ക് എന്തായാലും പോകണം, അത് ഒന്ന് കാണണം, നമുക്ക് ഇതിന്റെ ബിസിനസിന്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് പോകണം. അങ്ങനെയുള്ള പ്ലാൻ ചെയ്ത് പോകാൻ തീരുമാനിച്ചു. കാരണം എന്താണെന്ന് മനസ്സിലാകണ്ടേ. അപ്പൊ കുറേശ്ശെ എനിക്ക് മനസ്സിലായി തുടങ്ങി കമ്പനിയിൽ എന്തൊക്കെ ഉണ്ട്, കമ്പനി എന്തൊക്കെ വരുന്ന ആൾക്കാരൊക്കെ കണ്ടെത്താൻ നമുക്കുണ്ടല്ലോ. അപ്പൊ അതിന് പോയി അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഈ ബിസിനസ് വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാകുന്നത്. എന്നിട്ട് ഞാൻ ശക്തമായിട്ട് ഇത് വിൽക്കാനുള്ളതാണ് കണ്ട് എനിക്ക് 4 മാസം തുടക്കത്തിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ ഓരോരുത്തരോട് ബിസിനസ് അവസരം പരിചയപ്പെടുത്തുകയും കുറച്ച് ആൾക്കാരൊക്കെ വരികയൊക്കെ ചെയ്തു. അതിനിടയിൽ ഇതേപോലെ ഒരു മീറ്റിംഗ് സെന്ററിൽ വെച്ചിട്ട് ഞാൻ ബ്രോൺസ് ആയി എനിക്ക് ഇന്ന് ബ്രോൺസ് ഒന്നും അറിയില്ലല്ലോ. ബ്രോൺസ് ആയി എന്ന് പറഞ്ഞുകൊണ്ടെന്നെ ഒരു ആദരിക്കൽച്ചാലൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എന്നോട് അതൊക്കെ സാറാണ് ഉണ്ടായിരുന്നു അവിടെ ഗസ്റ്റായിട്ട്. അദ്ദേഹത്തിന്റെ ഒരു റെവല്യൂഷൻ കിട്ടി. എനിക്ക് ഞാൻ 2 വാക്ക് സംസാരിക്കണം, പേരും സ്ഥലവും മാത്രം പറഞ്ഞാൽ മതിയെന്ന്. ഇത് പറയാൻ മൈക്ക് പിടിച്ചത് എനിക്ക് ഓർമ്മ. ഞാൻ എന്താ പറഞ്ഞതെന്നോ അല്ലെങ്കിൽ എന്താ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. അത് ഒരുപാട് ആൾക്കാർക്ക് അനുഭവം ഉണ്ടാവും. എനിക്ക് പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസം കാര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ആൾക്കാരുടെ മുമ്പിൽ ഏകദേശം 10 ഒത്തിരി മീറ്റിംഗ് ആണ്. എങ്ങനെയൊക്കെ അത് പറഞ്ഞാൽ ഒഴിവാക്കി ഞാൻ സാറിനോട് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ പറഞ്ഞിട്ടില്ല, ഇങ്ങനൊന്നും വിളിക്കരുത്, അതൊന്നും പ്രശ്നമില്ല സാർ, ഇങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയാണ്, അത് വേറെ സാറല്ലേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് പറഞ്ഞ അങ്ങനെ തുടങ്ങി അത്യാവശ്യം ഒരു റാങ്കൊക്കെ മാറി, ഞാനും അറിയാതെ റാങ്കൊക്കെ ഇങ്ങനെ മാറും. അപ്പൊ അവരവർ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണമെങ്കിൽ അപ്പൊ അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യും. അപ്പോ ചിലത്തിൽ പ്രോഗ്രാമൊക്കെ ഉണ്ടാവാൻ പോവും. അങ്ങനെ 1-2 വലിയ പ്രോഗ്രാമിന് റെസിഡൻസിന് പ്രോഗ്രാമൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഇതിൽ വരുത്തു തുടങ്ങി. അപ്പോ റീറ്റെയിൽ നന്നായിട്ട് ചെയ്യാൻ ഞാൻ ഇതിലിരിക്കുക എനിക്ക് എന്റെ ഒരു പ്രയാസം, അതായത് ഒരു അലർജിയായിട്ട് ബന്ധപ്പെട്ട പ്രയാസം ഞാൻ 2-3 വർഷമായിട്ട് അനുഭവിക്കുന്ന ആളായിരുന്നു. ഇതുപോലെ ഹോമിയോ ചികിത്സയൊക്കെ ചെയ്തിട്ട് അത് മാറാതെ 2-3 വർഷം അത് നോക്കിയിട്ട് മാറാതെ ഞാൻ കിട്ടത്. അതിനിടയിലാണ് ഇതിനെപ്പറ്റി പ്രോഡക്റ്റിനെ പറ്റി ഞാൻ പഠിക്കാൻ തുടങ്ങി. പ്രോഡക്റ്റ് ട്രെയിനിങ് മറ്റും പോയതുകൊണ്ടും പിന്നെ ഈ ബുക്ക് നോക്കിയിട്ട് വായിച്ച് പഠിച്ചത് കൊണ്ടും എന്തായി ഇതിനു വേണ്ടിയിട്ട് നല്ല ഒരു പ്രോഡക്റ്റ് നമ്മുടെ കവച ഫാഷൻ എന്ന പ്രോഡക്റ്റ് അതുണ്ട് മനസ്സിലാക്കി അതെടുത്ത് കഴിക്കാൻ തുടങ്ങി. കഴിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം വന്നു. അങ്ങനെ 1, 2, 3 ബോട്ടിൽ ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചു. ആ കഴിച്ചതിനോട് എന്റെ അലർജി ആയിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന 3 വർഷമായിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന അലർജി കംപ്ലീറ്റ് മാറി എന്നുള്ളതാണ്. ഈ സമയം വരെ എനിക്ക് പ്രയാസം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ രാവിലെ എണീറ്റ് നമ്മൾ എന്തെങ്കിലും ആരോടും സംസാരിക്കാനോ അല്ലെങ്കിൽ വേറൊന്നും പറ്റില്ല. ഇങ്ങനെ വെള്ളം പോലെ ഒരിച്ച് കണ്ണൊക്കെ ചൊറിഞ്ഞ് ഒരുപാട് പ്രയാസം എനിക്കുന്ന ഇന്ന് അതുപോലെ ഒപ്പിക്കൊണ്ട് എന്തില്ല അങ്ങനത്തെ ഒരു പ്രയാസം എനിക്കിന്നില്ല. അതുപോലെ ഞാൻ അപ്പൊ എനിക്ക് റിസൾട്ട് വന്നതിന് ശേഷം അത് ഇതുപോലുള്ള ആൾക്കാർക്ക് എത്തിക്കാനുള്ള ആഗ്രഹം വന്നു. അപ്പൊ ഞാൻ ഉണ്ടാക്കി ഒരുപാട് ആൾക്കാർക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് അത് കൊടുക്കുകയും റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഓരോ പ്രോഡക്റ്റും പിന്നെ ഓരോരുത്തർക്കും അത് അതിനെപ്പറ്റി പഠിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്തതിനു ശേഷം ഓരോരുത്തർക്കും നല്ല റിസൾട്ടുകളൊക്കെ കിട്ടി. ആ റിസൾട്ട് നമ്മൾ പറയുന്നില്ല, അത് ഒരുപാട് പറയാൻ സമയം പോകും. അതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു പ്രോഡക്റ്റ് ആണ്. പിന്നെ നല്ലൊരു പ്രോഡക്റ്റ്, അതുപോലുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തന്നെ കുറെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ശാരീരിക പ്രയാസം കൊണ്ടാണ് ഞാൻ ഗൾഫിൽ നിന്ന് ഒഴിവാക്കാൻ കാരണം. അപ്പോ ഈ കൈകാല് ചെരുപ്പിന്റെ ഒരു പ്രശ്നം, അതുപോലെ കിടപ്പ്, ഒന്നാമത് വ്യായാമം കുറവാണ്. പിന്നെ അതുപോലെ കൊളസ്ട്രോൾ ഒക്കെ ചിലപ്പം കൂടുതലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഞാൻ ഈ കൊളസ്ട്രോൾ എന്താ കഴിക്കാന്നുള്ളത് വെച്ച് മനസ്സിലാക്കിയപ്പോ ഈ ക്യാപ്സ്യൂൾ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അതുപോലെ ഒരുപാട് വിളകളൊക്കെ കഴിക്കുന്നുണ്ട്. വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വിളകൻ എടുത്ത് കഴിക്കും. അങ്ങനെ 3 മാസം തുടർച്ചയായിട്ട് കഴിക്കുന്ന മുമ്പ് ഞാൻ എന്ത് ചെയ്ത് ഈ കൊളസ്ട്രോൾ ഒക്കെ പരിശോധിച്ചപ്പോഴാണ് 215 225 അങ്ങനെയാണ് അന്ന് നിലവിലില്ല. അപ്പോ ഇത് 3 മാസം തുടർച്ചയായിട്ട് കഴിച്ച് 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ കൊളസ്ട്രോൾ കൂടി ചെക്ക് ചെയ്തത്. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി 165 എത്തി. അപ്പോ ഡോക്ടർ പ്രശ്നമൊന്നുമില്ലല്ലോ, കൊളസ്ട്രോൾ ഒക്കെ നോർമലാണല്ലോ. അങ്ങനെ 200 മുകളിലുണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചു കൊണ്ടതാണ്. ഓക്കെ ഇപ്പൊ ഒന്നും പ്രശ്നമല്ല, എനിക്ക് സമാധാനം. അതോടൊപ്പം ഇത് ഈ കൊളസ്ട്രോൾ കുറഞ്ഞത് മാത്രമല്ല, എന്റെ കൈകാലിനുള്ള ചെറിയ തെരുപ്പുകളൊക്കെ പ്രശ്നങ്ങളെല്ലാം അതോടുകൂടി പോയി. അതുപോലെ നടക്കുമ്പോണ്ടാണ് കിടപ്പ്, നിങ്ങളുടെ ഒരുപാട് ശാരീരിക പ്രയാസങ്ങൾ. അപ്പൊ ഞാനിങ്ങനെ കൂടുതൽ അന്നേരം ഫോക്കസ് ചെയ്യാനുണ്ട് എനിക്ക് വേണ്ട പ്രോഡക്റ്റുകൾ ഞാൻ എടുത്ത് കഴിക്കുക. എത്ര പൈസയാണ് വേണ്ടത്, എന്തായാലും നമുക്ക് എനിക്ക് ഈ കാലം വരെ അധ്വാനം ചെയ്തൊന്നും ബാക്കിയൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇതിനെ മാത്രം നമ്മൾ മിച്ചപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ചെയ്യും, എനിക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ഒക്കെ ഒരുപാട് ഞാൻ കഴിച്ചിട്ടുണ്ട്. അതുപോലെ പല പ്രാവശ്യം ഇപ്പോഴും വീട്ടിൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും എടുത്ത് കഴിക്കുന്ന സാധനം എല്ലാ ദിവസവും കഴിക്കുന്നു.
ഓനൊന്നും നിർത്തിയിട്ടില്ല, അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. ചിലപ്പോൾ ഓർമ്മയുള്ള ഒക്കെ കഴിക്കില്ലാത്തപ്പോ മറന്നു നിന്നോ, കണ്ടിന്യൂയിട്ട് ആദ്യം കഴിച്ചിട്ടുണ്ട്, ഇപ്പൊ ഇടയ്ക്കൊക്കെ കഴിക്കും. അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളും ഏകദേശം ഇല്ലാത്ത കഴിച്ച് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ സജീവമായിട്ട് പിന്നെ വരാനുണ്ടായ കാരണം. അപ്പൊ ഇതിനെപ്പറ്റി എനിക്ക് തന്നെ കൂടുതൽ ആകർഷിച്ച സംഭവം എന്ന് ഈ ബിസിനസ് ഒന്ന്, നമ്മൾക്ക് ഇപ്പൊ ഏത് മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴും ചെറുതായിട്ടെങ്കിലും നമ്മൾക്ക് കഴിവ് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കടയിൽ, പച്ചക്കറി കടയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ നമ്മൾ ആ വിൽക്കുന്ന സാധനം പുതിയതാണെന്ന് പറഞ്ഞുകൊണ്ടല്ലാണ്ട് ഇന്നലത്തെ ഞാൻ ആരും വാങ്ങൂല, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മൾ അവിടെ ചെറിയൊരു കളവ് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ബിസിനസ് സംബന്ധിച്ചിടത്തോളം അതൊന്നും പറയാതെ നമുക്ക് നല്ല സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണെന്ന് മനസ്സിലാക്കി. എന്താണ് നമ്മൾ പ്രവാസ ലോകത്തിലൊക്കെ നിങ്ങൾക്കറിയാം, പ്രവാസിയായിരിക്കുമ്പോൾ വളരെ നാട്ടുകാരായിട്ടാണ് നമ്മുടെ ബന്ധം ഉണ്ടാവുക. തിരുവനന്തപുരം, അതുപോലെ കൊല്ലം, തൃശ്ശൂര്, അതുപോലെ മലപ്പുറം, ചാവക്കാട്, ഭാഗത്തുള്ള പല ആൾക്കാരായിട്ടായിരിക്കും നമ്മൾ കൂട്ട്. കാരണം ഒരേ നാട്ടുകാരായിക്കോളുന്നില്ല, റൂമിലൊക്കെ താമസിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് നല്ലൊരു ബന്ധമാണ്, നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ബന്ധമാണ് ഈ പ്രവാസ ജീവിതത്തിലുള്ള ബന്ധം കിട്ടുന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു ബന്ധം എനിക്ക് കിട്ടുന്ന ഈ ഓപ്പർച്യൂണിറ്റി വന്നതിന് ശേഷം ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം കോഴിക്കോട് ആയിക്കോട്ടെ, ഇതിലേക്ക് ആൾക്കാർ ഒരുപാട് ആൾക്കാർ നമ്മൾ അറിയുന്നതാണ്, നേരത്തും അല്ലാതെ. പിന്നെ കൊടുവള്ളി, മലപ്പുറം, തൃശ്ശൂര്, ഇങ്ങനെയുള്ള പിന്നെ എന്താ പറയാ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നല്ല ബന്ധം പുലർത്താൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഒന്ന്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് വരുമാനവും നമുക്ക് നല്ലൊരു അംഗീകാരവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ ഉണ്ടായിരുന്നു. ഇത്ര നല്ലൊരു കച്ചവടം ഇല്ല, നാട്ടുകാരെ ഇല്ലെന്ന് മനസ്സിലാക്കി അങ്ങനെ ശക്തമായിട്ട് ഏറ്റെടുത്തു. ഇപ്പൊ ചുരുക്കി പറയാൻ, ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന റെഡിമെയ്ഡ് ബിസിനസ് ഒക്കെ അങ്ങനെ മെല്ലെ മെല്ലെ അതങ്ങ് ഒഴിവാക്കി ഇപ്പം ഉൾട്ടോൺ കെയറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ടീമിനൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പിന്നെ എന്റെ ടീമിൽ തന്നെ തൃശ്ശൂരും പിന്നെ നാട്ടിലും പല സ്ഥലത്തായിട്ടൊക്കെ ചെറിയൊരു ടീമായിട്ട് വരുന്നുണ്ട്. അപ്പോ ഇതിനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി ശ്രമിച്ചത് ഒന്ന് നമ്മുടെ പ്രവീൺ സാറും, അതുപോലെ തന്നെ നൗഫർ സാറും, അതുപോലെ തൊട്ടുപാല സ്വദേശിയായിട്ടുള്ള അതുപോലെ മിസ്സിയായിരുന്നു. അവരൊക്കെ തന്നെയാണ് ഈ ബിസിനസ്സിലേക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നത്. അപ്പോ ഇപ്പോഴും അവരുടെ സപ്പോർട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോ ഈ ആയി വന്നതിന് ശേഷം എന്റെ അസോസിയേറ്റ്സും എന്റെ റാങ്കുമാകാനൊക്കെ വളരെ എന്താ പറയാ കട്ടക്ക് നിന്നുകൊണ്ട് എന്റെ കൂടെ തന്നെ നിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സും അതുപോലെ നമ്മുടെ ലീഡേഴ്സും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പിന്നെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ZTC എന്ന റാങ്കിലെത്തിയത്. എനിക്ക് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ റാങ്കിലെത്താൻ പറ്റും എന്ന് പോലും ഞാൻ തുടക്കത്തിൽ വിചാരിച്ചിട്ടില്ല. എല്ലാവർക്കും വിചാരിക്കുന്ന ഞാൻ, എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കൊരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഒന്നും ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾ ഇത്രയും പ്രായത്തിൽ അങ്ങനെ ZTC പോയിട്ട് TC പോലും ആവുമെന്ന് പ്രതീക്ഷിച്ച ഒരാളാണ്. അങ്ങനെ ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാണ് എന്റെ ലീഡേഴ്സും എന്റെ അസോസിയേറ്റ്സും എന്നെ വളരെ സഹായിച്ചുകൊണ്ട് എന്താ ഇവിടെ എത്തിച്ചത്. അപ്പോ ഇനി എന്തായാലും ഏത് റാങ്കും പിടിച്ച് നമുക്ക് എത്താൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ ബിസിനസിന്റെ പോക്ക് അങ്ങനെയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മള് ZTC അബോ ലീഡേഴ്സിന്റെ മീറ്റ് കഴിഞ്ഞുകൊണ്ടാണ് അവിടുന്നൊക്കെ കിട്ടിയ ശരിക്കും രാത്രികളോ ഒറ്റ നോക്കുന്നില്ല. അത്രയും വളരെ എന്താ പറയാ, നമ്മുടെ പ്രസാദ് സാറിന്റെ സ്പീച്ചും അതുപോലുള്ള ഒരുപാട് ആൾക്കാരെ സ്പീച്ച് നമ്മൾ കേട്ട് വല്ലാതെ എന്താ പറയാ ശരിക്കും കരച്ചിലുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഓരോ മീറ്റിങ്ങിലും ഓരോ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അനുഭവം. ഞാൻ ചിലപ്പം വിചാരിക്കാറുണ്ട്, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നാട്ടിൽ ഉണ്ടായിട്ട് നമ്മൾ സത്യസന്ധമായിട്ട് അവരോട് പറഞ്ഞു കൊടുത്തിട്ട് പോലും ആൾക്കാർക്ക് മനസ്സിലാക്കുന്നില്ലല്ലോ, വരുന്നില്ലല്ലോ. കാരണം നമുക്കൊരു വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ പിന്നെ ഉണ്ടായിരുന്നില്ലേ 3 ലക്ഷമായിട്ടും 2 ലക്ഷമായിട്ടൊക്കെ ഒരുപാട് ഗഡുകാരൊക്കെ ചെയ്തിട്ട് ഞാൻ ഒരുപാട് ബിസിനസ്സിലേക്ക് അറിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്തായാലും അതിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഗൾഫ് ജീവിതത്തിൽ ഞാൻ പറഞ്ഞ ഏകദേശം പിന്നെ 10-30 വർഷം പ്രവാസം ഇങ്ങനെ പറയാം. അതിലിടയ്ക്ക് 2 വർഷമോ 1.5 വർഷമൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും ആ സമയത്തും എനിക്ക് തൽക്കാലം എന്റെ കുടുംബം പട്ടിണില്ലാതെ പോയി എന്നല്ലാതെ കണ്ട് ഒന്നും മിച്ചപ്പെടുത്താൻ സാധിച്ചില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്ക് എന്തുകൊണ്ടും മാനസികമായിട്ടും എന്താ പറയാ ശാരീരികമായിട്ടൊക്കെ വളരെ സന്തോഷമുള്ള ഇതാണ്. വലിയ പിന്നെ വരുമാനമൊന്നും പിടിക്കാൻ ഒരിക്കലും തുടങ്ങിയിട്ടില്ലെങ്കിലും എന്തായാലും വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിന് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി അല്ലാതെ മറ്റൊരു മാർഗമില്ല. എല്ലാവരും പറയുന്നത് ലാസ്റ്റ് ബസ്സാണ് എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഇതിലിപ്പോ പിന്നെ എന്തായാലും അതിനോടുള്ള പ്രവർത്തനം നമ്മൾ പ്രവർത്തിക്കാവുന്നതാണ്. നമ്മൾ എന്താണോ ലീഡേഴ്സ് പറയുന്നത് അതനുസരിക്കുക. അപ്പോ ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും വിജയിക്കുമെന്ന് ഈ റാങ്കിൽ നിൽക്കും എന്ന് വിചാരിക്കാത്തൊരു മനുഷ്യരാണ് ഞാൻ. ഒറ്റ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ ഈ പ്രായത്തിൽ അല്ല എന്റെ ഈ വിദ്യാഭ്യാസത്തിൽ എനിക്ക് എത്താൻ കഴിയുന്നത് എന്റെ ലീഡേഴ്സ് എന്താണോ പറഞ്ഞത് അത് മാത്രമേ ഞാൻ അനുസരിച്ചിട്ടുള്ളൂ. അത് ഇന്ന് വരെ എതിര് പറഞ്ഞില്ല. ചില സമയത്ത്
ഏതെങ്കിലും ഒരു അത്യാവശ്യ സമയത്തൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും മിക്ക പ്രോഗ്രാമുകളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ലീഡർ വിളിക്കുന്നതിലൊക്കെ ഞാൻ പോകാറുണ്ട്. അപ്പൊ അവരെന്താണ് പറഞ്ഞത് അത് നമ്മൾ അനുസരിച്ചാൽ നമുക്ക് 100% ഫലിക്കാൻ സാധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ നമ്മള് ലീഡേഴ്സ് പറയുന്നത് നമ്മൾ അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾക്ക് പിന്നെ നമ്മൾ വിജയിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെ വന്നവരെ വിജയിപ്പിക്കുന്ന ഒരു ബിസിനസ് ആകെ ഉണ്ടെങ്കിൽ ഈ ഡയറക്ട് സെല്ലിംഗ് പെട്ടെന്ന് നമ്മൾ മൈലേജ് എന്ന് പറഞ്ഞ കമ്പനി തന്നെ ഉണ്ടാവും, യാതൊരു സംശയമില്ല. കാരണം എന്താ പറയുക, നമ്മൾ മറ്റൊരു കച്ചവടം എന്ത് ചെയ്താലും നമുക്ക് നമ്മൾ മാത്രം വിജയിക്കാൻ ഒരു മാർഗ്ഗം നമുക്ക് അവിടെ ഉണ്ടാവില്ല. വേറൊരാളെ വിജയിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ കച്ചവടം തുടങ്ങി നാട്ടിൽ സാധാരണ ഈ ട്രഡീഷണൽ ബിസിനസ് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത് വേറെ കച്ചവടം തുടങ്ങിയാൽ അവരെ നമുക്ക് പ്രോത്സാഹിക്കും ആവില്ലല്ലോ. ഇതിലങ്ങനെയല്ല. ഇതിൽ എന്റെ കൂടെ വന്നവരെ എന്റെ അതേ സ്ഥാനത്തല്ല എന്നേക്കാൾ മേലെ എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ബിസിനസ് ഈ ഒരു പിന്നെ ഡയറക്ട് സെല്ലിംഗ് അല്ലാതെ അല്ലെങ്കിൽ ഈ മൈലേജ് എന്ന കമ്പനി അല്ലാതെ വേറെ ഏതെങ്കിലും നമുക്ക് കാണിക്കാൻ പറ്റുമോ? ആർക്കും കാണിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ എല്ലാ മോശപ്പെട്ട മേഖലയിലും, പ്രത്യേകിച്ച് കേരളക്കാർ എല്ലാ മോശപ്പെട്ട മേഖലയിലും പൈസയും സാമ്പത്തികത നഷ്ടപ്പെടുത്തി എന്ന് ചാടുന്നുണ്ടാവും. പക്ഷെ നല്ലതായ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തെരഞ്ഞെടുത്തിട്ട് അവർക്ക് ഇങ്ങോട്ട് ഇത് മനസ്സിലാക്കിയിട്ട് ഇതിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ഭാഗ്യദോഷം എനിക്ക് പറയാം. വേറൊന്നും പറഞ്ഞില്ല. കാരണം എന്നെങ്കിലും ഇപ്പൊ പല ലീഡേഴ്സും പറയുന്ന പോലെ 2030 ആകുമ്പോഴേക്ക് ഇതൊരു വലിയൊരു അവസരമായിട്ട് മാറും എന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോഴെങ്കിലും ബോധം വന്നിട്ട് അവരെന്ത് ചെയ്യും, ഇതിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് എന്തായാലും കുറച്ച് മനസ്സിലായി തോന്നുന്നു. ഏതായാലും അങ്ങനത്തെ അത്രയും നല്ല വളരെ എന്താ പറയാ ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഇതിനകത്ത് നമുക്ക് ഒരു നഷ്ടസാധ്യതയില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞാൻ ആദ്യം ഒരു 15,000 രൂപയ്ക്ക് തുടങ്ങിയതാണെങ്കിൽ ഇന്നെന്റെ അടുത്ത് ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് സാധാരണ എന്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പോ അത് കുറഞ്ഞു പോയിട്ടില്ല. അപ്പോ അത് ആ സാധനം എടുക്കുകയും ബുക്ക് ചെയ്യുന്നതല്ല. അപ്പൊ നമ്മളെന്തായാലും അത് കൂടുതൽ സാധനം എടുത്ത് കൂടുതൽ വിറ്റ് അതിന്റെ പ്രോഫിറ്റ് എന്തായാലും നമുക്ക് കിട്ടും. പിന്നെ കമ്പനി വരുന്നൊരു പ്രോഫിറ്റ് 12% അതും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇനിയും അടുത്ത റാങ്കിൽ എത്താനും അതുപോലെ ഇതിൽ വന്ന ആൾക്കാർക്കൊക്കെ വിജയിക്കാനും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരുമിച്ച് വിജയിക്കാനും സാധിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. സമയമായിട്ടുണ്ട് വി എസ് ആറെ. അത് 3 മണിക്കൂറായിരുന്നു. അവർക്കും ഒരു ബോറായിട്ട് തോന്നുമെന്ന് അറിയില്ല. കാരണം ഞാൻ എന്റേതായ പച്ചയായ സത്യം ഞാൻ അതില് ഒരുപാട് കാര്യങ്ങൾ തട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം അല്ലല്ലോ ഇത്. അപ്പോ നിങ്ങളാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു അക്ഷരം പോലും നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കഴിവോ പ്രാപ്തിയോ എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ എന്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം നിങ്ങളോട് പറയാനുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ വന്നത്. എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ട് എല്ലാവരും അത് ക്ഷമിക്കണം എന്ന് കൂടിയാണ് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അപ്പൊ റിസൾട്ട് ഒക്കെ പറയാണ്ട് ഒരുപാട് റിസൾട്ട് പറയാൻ എനിക്ക് ഇഷ്ടംപോലെ ഉണ്ട്. എങ്കിലും ഒരു റിസൾട്ട് എനിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണെങ്കിൽ സാറ്, എന്റെ വീട്ടിന് തൊട്ടടുത്ത് തൊട്ടയൽവക്കത്തുള്ള സ്ത്രീ ഏകദേശം 40-41 വയസ്സ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പല എക്സ്പീരിയൻസിലും പറയുന്നതാണ്. പീരീഡ്സ് നിന്ന് പോയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് 40 വയസ്സ് പ്രായമുള്ളൂ. അത് കാരണം മൂപ്പർക്ക് ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ, ഒരു ശരീരം ഹീറ്റാകുന്ന പ്രശ്നങ്ങളും. അപ്പോ അവരെന്നോട് ചോദിച്ചു, എന്നോടെല്ലാം നേട്ടമുള്ള ചോദിക്കുന്ന വേറെ സ്ത്രീ ഐറ്റം അവരോടാണ് അന്വേഷിച്ചത്. ഞാൻ മൂസൊക്കെ ഇതിനുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടോ? 1.5 വർഷമായിട്ട് അവര് ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞ ട്രീറ്റ്മെന്റ് നടത്തുന്ന അവസാനം ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ചില സ്ത്രീകളുടെ 1000 പേരിൽ ഒരാൾക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അത് നിങ്ങൾ രോഗമായിട്ട് കണക്കില്ല. അത് ചില സമയത്ത് അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടണ്ട. അവര് പറഞ്ഞു എനിക്കിങ്ങനെ ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഇതുകൊണ്ടായിരിക്കാം, അതുകൊണ്ട് നിങ്ങൾ പേടിക്കാൻ വേണ്ടി അവരെ വിടുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷമാണ് ഈ എന്റെ അടുത്ത് പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചോടെ തന്നെ ഞാൻ എപ്പം ചോദിച്ചാലും ഉണ്ട് എന്ന് പറയും, ഇല്ലാന്ന് പറയില്ല. കാരണം അവർക്ക് നിരാശ വേണ്ട. എന്നിട്ട് ഞാൻ ലീഡേഴ്സിനോട് ചോദിച്ചു എന്താണ് കൊടുക്കേണ്ടത്, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്തു, ഇവര് ഞാൻ ഉണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ നോബൽ സാറിനെ ഇംപ്രൂവ് സാറിനെ ബന്ധപ്പെട്ടപ്പോ ഇങ്ങനെ സൈക്ലോവയും ഉമൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനത് പെട്ടെന്ന് എന്റെ അടുത്ത് സ്റ്റോക്കില്ല വാങ്ങിക്കൊണ്ടുവന്ന് പിറ്റേ ദിവസം അവർ കൊണ്ടുപോയിട്ട് ഞാൻ കുടിക്കണ്ടേ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായി. ഞാൻ ഒന്നും പേടിക്കണ്ട, ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നെ വിശ്വസിക്കുന്നത് കഴിച്ചോന്നു കഴിച്ചു. ഭാഗ്യവശാൽ എന്താ ഒരു 25 മാസമായിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഈ 1.5 വർഷമായിട്ട് 2 വർഷത്തിന്റെ മേലായിട്ട് നിന്ന് ഈ പീരീഡ്സ് ക്ലിയർ ആയി എന്നുള്ളതാണ്. അതെനിക്ക് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചൊരു കാര്യമാണ്. അതുപോലെ തന്നെ ആ സ്ത്രീക്കും. പക്ഷെ അവർക്ക് തുടർന്ന് 3 മാസം കഴിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു. ഗൾഫിൽ എന്തോ ഒരു പ്രയാസപ്പെട്ടിട്ട് സുഖയിലാണ്ട് അവരെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്ത അവസരത്തിൽ ഇവർ അങ്ങോട്ട് വിസിറ്റിംഗ് വിസക്ക് പോകേണ്ടി വന്നു. പോയതുകൊണ്ട് തന്നെ അത് തുടർച്ചയായിട്ട് കഴിക്കാൻ പറ്റില്ല. പിന്നെ വീണ്ടും വന്നതിന് ശേഷം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരെ കണ്ടിട്ടില്ല. അവർ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്.
ഇൻഷാല്ലാ വീണ്ടും പോയിട്ട് കണ്ടിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വേണമെങ്കിൽ 2-3 മാസം തുടർച്ചയായിട്ട് കഴിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ കൊടുത്തിട്ട് ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ചാരിറ്റി പോലെ ചെയ്യാൻ പറ്റുന്ന ഇത്രയും നല്ലൊരു ബിസിനസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക ലാഭത്തേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇതിനകത്ത് പിന്നെ ഒന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല നമ്മളൊരു പിന്നെ സഹോദര ബന്ധം അതൊന്ന്. രണ്ടാമത് നമുക്ക് മറ്റൊരാൾക്ക് ഒരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് വല്ലാത്ത സന്തോഷമാണ്. അത് പിന്നെ പല ലീഡേഴ്സും പറയാറുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചു എനിക്ക് അലർജിന്റെ പ്രശ്നം മാറിയെന്ന് പറയുന്നത് നമുക്കൊരു എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. അത് ഏതൊരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് പ്രോഡക്റ്റ് ഈ കൊടുത്തിട്ട് ഒരുപാട് റിസൾട്ട് എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാവുന്ന ഈ അവസരത്തിൽ ഞാൻ പറയുന്നില്ല. ഏതായാലും നമ്മൾക്ക് എല്ലാവർക്കും നന്നായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ലീഡേഴ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോയാൽ എന്തെങ്കിലും ഒരാൾ നമ്മളെ താഴത്ത് വന്നവരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നാൽ നമുക്ക് വിജയിക്കാൻ പറ്റൂ എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മളെ കൂടെ വന്നവരെന്താക്കൂല പിന്നെ തെറ്റാക്കൂല. അപ്പൊ ആ ഒരു ബന്ധത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. എല്ലാവർക്കും പിന്നെ ഇതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഉയർത്തിയെടുക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം